ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് വട്ടം ഉപയോഗിച്ച് മടുത്ത് നമ്മുടെ സ്കാർഫിനെ എങ്ങനെ ഒരു അടിപൊളി ടോപ്പാക്കി മാറ്റുക എന്നുള്ളൊരു ഐഡിയയുമായിട്ടാണ്. എന്നാൽ അധികം വൈകാതെ നമുക്ക് ആ ഐഡിയ എങ്ങനെയാണെന്ന് കാണാം. നമുക്ക് ഈ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ ക്രോസാക്കി മടക്കിയിട്ട് നമ്മുടെ ഈ ഡ്രസ്സ് നമ്മുടെ കൈയിൻ്റെ ഒരു അരക്കൈയിലെ ഡ്രസ്സായിരിക്കും ഇത്. അരക്കൈയല്ല, കാല് കൈ ഉണ്ടാവുള്ളൂ, മുട്ടിൻ്റെ മേലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മുട്ടിൻ്റെ മേലേക്കുള്ള കൈയിൻ്റെ അടുത്ത് ചുറ്റളവ് ഒരു 12 ആണെങ്കിൽ 12 ആണെന്നുണ്ടെങ്കിൽ ഒരു 6 ഇവിടുന്ന് മുതൽ ഇവിടം വരെ 6 കണക്കാക്കിയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഒരു കൈയിൻ്റെ ഇറക്കം നമുക്ക് ഒരു 7 സെൻറ്റിമീറ്ററിന് അടയാളപ്പെടുത്താം. ഇതിപ്പോൾ ഞാനൊരു ഏകദേശം 7 നമ്മളൊരു എൻ്റെ സ്കെയിലിൻ്റെ 7 കാണാനില്ല. അപ്പോൾ ഒരു ഇവിടുന്ന് ഇവിടം വരെ ഒരു 7 നമുക്ക് കണക്കാക്കിയിട്ട് ഇവിടുന്ന് ഒരു 7, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 7. അടുത്ത അളവ് എന്തെന്ന് വെച്ചാൽ കഴുത്ത് നമ്മൾ 8 എടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഇവിടുന്ന് അളക്ക ഒരു ഏകദേശം 8 കണക്കാക്കിയിട്ട് ഇവിടുന്ന് 8. പിന്നെ ഇത് തന്നെ ഇവിടുന്ന് വീണ്ടും 7, ഇവിടുന്ന് വീണ്ടും 7. ഇത് 7 എന്ന് പറയണതെന്ന് വെച്ചാൽ ഈ അളവും തുല്യമാണ്. ഇത് കഴുത്തിന് ഈ 7 പിന്നെ ഈ 7 ഇത് രണ്ടും തുല്യമായിരിക്കണം. പിന്നെ നമ്മൾ ഇവിടെ അളന്നില്ലേ 6, ആ 6 തന്നെ ഇങ്ങോട്ട് താഴ്ത്തിടും. 6 ഇവിടുന്ന് ഒരു 6 കണക്കാക്കിയിട്ട് ഇങ്ങനെ 6 ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു ചെറിയൊരു വളവ് ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇറക്കം ഇവിടുന്ന് ഒരു ചെറിയൊരു വളവ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഏകദേശം ഇറക്കം 16 സെൻറ്റിമീറ്ററിന് കണക്കാക്കിയിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് ഒന്നും കൂടി ചെറുതായിട്ട് ഇതാക്കണം. 16 കണക്കാക്കുക. എന്നിട്ട് ഇങ്ങനെ വരക്കുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇത് ഏകദേശം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ ക്ലോത്ത്, ഒരൊറ്റ മടക്കലുള്ളൂ. ഇത് നമ്മൾ സാധാരണ ചുരിദാറെല്ലാം കട്ട് ചെയ്യുമ്പോൾ അതിന് 4 ഭാഗങ്ങളുണ്ടാവുമല്ലോ, ഇതിനാകെ 2 ഭാഗങ്ങളുള്ളൂ. പിന്നെ ഇത് നമ്മളെ അരഭാഗത്ത് എത്ര വീതിയാണോ അതിൻ്റെ പകുതിയാണ് കേട്ടോ. 32 വീതിയാണ് അരഭാഗത്ത് എന്നുണ്ടെങ്കിൽ ഇവിടെ 16 സെൻറ്റിമീറ്റർ കണക്കാക്കണം. ഈ ഭാഗത്ത് 16 സെൻറ്റിമീറ്റർ കണക്കാക്കണം. അരഭാഗം 32 ആണെന്നുണ്ടെങ്കിൽ കേട്ടോ 16 സെൻറ്റിമീറ്റർ കണക്കാക്കിയിട്ട് ഈ ഭാഗം. ഇത് പിന്നെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടൊന്നും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഒരു ചുളിവ് വരുന്ന കാരണം കൊണ്ട് ഇവിടുത്തെ അടയാളത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പിന്നെ ഇത് നമുക്ക് കഴുത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു റൗണ്ട് നെക്ക് അടിക്കാം. വല്ലാണ്ട് വൈഡാക്കണ്ട, ഒരു ഏകദേശം ഒരു റൗണ്ട് നെക്ക് അടിക്കാം. ഇങ്ങനെ ആയിരിക്കും മൊത്തം അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വരാം. ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ. എൻ്റെ ചെറിയ കത്തിയിൽ കാണാനില്ല. ക്ലോത്ത് കട്ട് ചെയ്ത് വരുമ്പോഴത്തെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും. ഇതാണ് മൊത്തത്തിൽ വരിക. ഇത് 2 കൈ, ഇത് കഴുത്ത്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും ഇത് വരിക. നമ്മൾ പേപ്പറിൽ നമ്മൾ അടയാളപ്പെടുത്തിയ പോലെ ആദ്യം കൈയിൻ്റെ അളവ് 7 ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 7 കൈയിൻ്റെ നീളം 7. പിന്നെ കഴുത്ത് 8.5 ഞാൻ ഇവിടെ എടുത്തിരുന്നത്. 8.5 കഴുത്തിൻ്റെ വീതി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഒരു 7. കഴുത്തിൻ്റെ ഇപ്പുറത്തെ കൈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്കും ഒരു 7.
പിന്നെ വീണ്ടും താഴത്തേക്കും 7 എനിക്ക് എടുത്തിരുന്നത്. നിങ്ങളുടെ കൈയിൻ്റെ ചുറ്റളവ് എത്ര വെച്ചാൽ അതിൻ്റെ പകുതി നിങ്ങൾ എടുക്കുക. പിന്നെ ഇതെല്ലാം ഈ വരകളൊക്കെ കണക്റ്റ് ചെയ്യുക. അരഭാഗത്ത് 17 ഞാൻ ഇവിടെ അളന്നിരിക്കുന്നത്. എനിക്കത് 17 ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ 17 എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അരൻ്റെ ഈ ചുറ്റളവ് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി. നമ്മൾ സാധാരണ ചുരിദാറെല്ലാം അടിക്കുമ്പോൾ അതിൻ്റെ /4 ആയിരിക്കും. ഇത് /2 ആണ്. അളവിൻ്റെ അരഭാഗം അതായത് 32 ആണെങ്കിൽ നമ്മൾ സാധാരണ ചുരിദാർ അടിക്കുമ്പോൾ 8 4 8 ആയിരിക്കും എടുക്കാം. ഇവിടെ 16 തന്നെ എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ. സ്റ്റിച്ച് ചെയ്യും. ആദ്യം ഈ ഷോൾഡർ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അത് തുറന്നിട്ടുണ്ടെങ്കിൽ കയ്യിൻ്റെ റൗണ്ട് സൈഡ് 4 പുറത്തും സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയും നമ്മൾ കഴുത്തിന് ഫേസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് കട്ട് ചെയ്യുന്നതാണ്. ഇതുകൊണ്ടാണ് കഴുത്തിന് നമ്മൾ ഫേസ് വെക്കുന്നത്. ഇതിന് വലിയുമ്പോൾ ഒരു വലിച്ചിലുണ്ടാവും, അതുകൊണ്ട് കഴുത്ത് വെക്കാൻ നല്ല സുഖമായിരിക്കും ഈ പീസ് കൊണ്ട്. അങ്ങനെ നമ്മൾ സ്കാർഫ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ അടിപൊളി ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇട്ടാൽ ഭയങ്കര ലുക്കായിരിക്കും, ഭയങ്കര സ്റ്റൈലിഷ് ലുക്കായിരിക്കും ഇത് കാണാൻ. ഇന്നത്തെ ഈ സ്കാർഫ് കൊണ്ടുള്ള ടോപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരു കൂൾ ടൈം ആശംസിക്കുന്നു.